ഇതിലേക്ക് എത്ര ഒരു സംവിധാനം അതല്ല നിങ്ങളപ്പം ആലോചിച്ചത്. നിങ്ങൾ കരാറെടുത്തത് മുതലേ നിങ്ങൾ ആരംഭിക്കുന്നില്ല. ഒരു റോഡ്, ഒരു പാലം, ഒരു കെട്ടിടം നിങ്ങൾ കരാറെടുത്തു, ശരിയല്ല? അവിടത്തേക്ക് എത്തുന്നത് എങ്ങനെ? അവിടത്തേക്ക് എത്തണമെങ്കിൽ ആ വാക്കിന് എന്ത് വേണം? ഭരണാനുമതി വേണം, വേണ്ടേ? പിന്നെ സാമ്പത്തിക അനുമതി വേണം, പിന്നെ സാങ്കേതിക അനുമതി വേണം. അപ്പോൾ AS വേണം, FS വേണം, S വേണം. ഇത് മൂന്ന് കഴിഞ്ഞാലേ ടെൻഡറിലേക്ക് വരും. ടെൻഡർ എത്തുമ്പോഴാണ് നിങ്ങളുടെ റോള് വരുന്നത്. നിങ്ങൾ ടെൻഡർ വോട്ട് ചെയ്യും. ടെൻഡർ വോട്ട് ചെയ്താൽ എന്താവും? അതൊക്കെ ലോകസ്റ്റ് എടുക്കും. ലോകസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ടെൻഡർ എടുത്ത ആള് പ്രീ ക്വാളിഫിക്കേഷൻ നോക്കും. ഇയാൾക്ക് ഇതെടുക്കാനുള്ള യോഗ്യതകളുണ്ടോ, സാങ്കേതിക ഇങ്ങനെ കടലാസ് യോഗ്യത മാത്രമല്ല പണിയെടുത്ത് പരിചയമുണ്ടോ എന്ന്. അതാണ് പ്രീ ക്വാളിഫിക്കേഷൻ. അതുകൂടി കഴിയുന്നതിന് ശേഷമാണ് നിങ്ങൾക്ക് വർക്ക് അവാർഡ് ചെയ്യുന്നത്, എഗ്രിമെന്റ് വെക്കുന്നത്. അഗ്രിമെന്റ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഉത്തരവ് നൽകുന്നത്. അത് കഴിഞ്ഞാൽ പിന്നീട് സൈറ്റിൽ നിങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നത് നിങ്ങൾ വർക്കാണ്. സാധാരണഗതി ഒരു വർക്കിന് ഇത്ര കാലമാണ് എന്നൊരു പരിധിയുണ്ട്. 1 വർഷം കൊണ്ട് പൂർത്തിയാക്കും, 2 വർഷം കൊണ്ട് പൂർത്തിയാക്കും. ഫിനാൻഷ്യൽ ക്രൈസിസ് വരും, സാങ്കേതികമായ പ്രശ്നം വരും, സൈറ്റിലേക്ക് പോകാൻ പറ്റാത്ത പ്രശ്നം വരും, ചിലപ്പോൾ ലോക്കൽ ഇഷ്യൂസ് വരും, എന്തെങ്കിലും വരാം. അത് പഞ്ചായത്തിൻ്റെ വർക്ക്, പഞ്ചായത്ത് കൂടുതൽ പണിക്കണം എന്ന വർക്ക് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് അവർ വെക്കുന്ന ഫണ്ട് അനുസരിച്ച് മാത്രമേ AS കൊടുക്കാൻ പറ്റും. ഇതിന്റെ അധ്യക്ഷൻ വഹിക്കുന്നത് കോൺട്രാക്ടേഴ്സ് പുതുമ MLA നമ്മുടെ പ്രിയങ്കരനായ CH ാണ് ഉദ്ദേശിക്കുന്നത്. മറ്റ് വിശദമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ സമയം ഇപ്പോൾ നഷ്ടപ്പെടുത്തുന്നില്ല. ആദ്യമായി ഈ സമ്മേളനം